Hi. So we started this channel as an art channel. നമ്മളിതൊരു ആർട്ട് ചാനലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഡ്രോയിങ് എന്നും എൻ്റെ പാഷനായിരുന്നു. സോ ഇനി നമ്മൾ ആർക്കിടെക്ചറൽ പ്ലാൻസിൻ്റെ അതുപോലെ തന്നെ പ്ലാനിങ് ടിപ്സ്, സ്പേസ് പ്ലാനിങ് കോൺസെപ്റ്റ്സ് അതൊക്കെയാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ഇന്ന് നമുക്കുള്ളത് ഒരു 2 BHK വീടിൻ്റെ പ്ലാനാണ്. ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ അതിരിക്കുന്ന സൈറ്റ് വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. സോ ഈ കാണുന്നതാണ് അതിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് വശം കനാലാണ്, അവിടെ തന്നെയാണ് അപ്രോച്ച് റോഡും വരുന്നത്. ബാക്കി 3 സൈഡ് മറ്റുള്ള പ്ലോട്ടുകളാണ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കാണാം, ഒരു സൈഡിൽ 7 മീറ്റേഴ്സോളം വീതിയുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 13 മീറ്ററാണ് വീതി. അപ്പോൾ ഇറഗുലർ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. സോ നമുക്കൊരു സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പെട്ടെന്നൊരു വീട് പ്ലാൻ ചെയ്താൽ സൈറ്റിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ചാലഞ്ചും ഇതിൻ്റെ പ്രത്യേകതയും. സോ ഇതിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ആ ഒരു പ്ലോട്ട്. ഈ കാണുന്നതാണ് കനാൽ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഇവിടെ 7 മീറ്ററാണ് വീതി, ഇവിടെ 13.3 മീറ്ററാണ് വീതി. അപ്പോൾ ഇതൊരു ട്രപ്പീസിയം മോഡലിൽ കിടക്കുന്ന ഒരു സൈറ്റാണ്. ഇവിടെ വരുന്നത് 17 മീറ്ററും ഈ സൈഡിൽ വരുന്നത് 20 മീറ്ററോളമാണ് എൻ്റെ വീതി വരുന്നത്. അപ്പോൾ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ഇടേണ്ട സെറ്റ് ബാക്ക് മുൻവശത്തു നിന്ന് നമുക്ക് 3 മീറ്ററോളം വിടണം. ഇത്രയും ഭാഗം നമുക്ക് ഓഫ്സെറ്റ് ചെയ്ത് എടുക്കാനുള്ളതാണ്. ഈ സൈഡിൽ നിന്ന് നമ്മൾ വിടാൻ പോകുന്നത് 1.5 മീറ്ററോളം ആണ് വിടാൻ പോകുന്നത്. പിന്നെ നമ്മൾ പുറകിൽ നിന്ന് 1.5 മീറ്ററാണ് വിടുന്നത്. അപ്പം നമുക്ക് ഇത്രയും സ്ഥലമാണ് കിട്ടുന്നത് ബിൽഡ് ചെയ്യാൻ പാകത്തിന്. സോ ഇതിനകത്ത് പ്ലാനിങ്ങിനകത്ത് ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. കാരണം നമുക്ക് ഇത്രയും ഇറഗുലർ ആയിട്ടുള്ള സ്ഥലം നമുക്ക് ഒന്നിനും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ സെറ്റ് ബാക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സ്ഥലം നമുക്ക് ഒട്ടും കളയാനില്ല. എങ്കിൽ പോലും നമുക്ക് ഇവിടെ ഒത്തിരി നെഗറ്റീവ് കോർണേഴ്സ് വരുന്നുണ്ട്. ഇത് നമുക്ക് അത്ര യൂസബിൾ ആയിട്ടുള്ള സ്പേസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതിലെ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കിട്ടുന്ന ഓരോ സ്പേസും കളയാതെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ. പിന്നെ ഈ ഒരു പ്ലാൻ തന്നപ്പോൾ ക്ലയൻറ്റ് വാസ്തു നോക്കണം എന്നൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞില്ല. സോ നമ്മൾ വാസ്തു ഇതിനകത്ത് നോക്കുന്നില്ല, കാരണം ക്ലയൻറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ചെറിയൊരു പ്ലോട്ടിൽ അല്ലെങ്കിൽ ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്ലോട്ടിൽ നമുക്ക് വാസ്തു നോക്കി ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടൊക്കെ നമ്മൾ ഇതിനകത്ത് വാസ്തു നോക്കിയിട്ടില്ല. സോ പ്യുവർ സ്പേസ് പ്ലാനിങ് കോൺസെപ്റ്റിൽ നമ്മളിത് തിങ്ക് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ലിവിങ് സ്പേസ് ഈ ഒരു കോർണറിലേക്കാക്കി കൊടുത്തു. സോ നമുക്ക് അത്യാവശ്യം ഇവിടെ 7 മീറ്ററോളം വീതിയുണ്ട്. സോ ഇവിടെ ഒരു 20, ഇവിടെ വാൾ തിക്നെസ്സിനൊരു 20 സെൻറ്റിമീറ്റർ, ഇവിടെ 20 സെൻറ്റിമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യ സ്ഥലം നല്ല രീതിയിലൊരു ലിവിങ് സ്പേസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ TV യൂണിറ്റും ഇവിടെ ഒരു ചെറിയ സോഫയായിട്ട് ഒരു ലിവിങ് ആണ് ഞാനിവിടെ ആദ്യം പ്ലാൻ ചെയ്തത്. അതിനുശേഷം പിന്നെ ഞാൻ ചിന്തിച്ചത് ഡയറക്റ്റ് ഉള്ള എൻട്രൻസ് ആണ്. ലിവിങ്ങിലേക്കാണ് എൻട്രി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. സോ ഇവിടെ തന്നെയാണ് ഞാൻ എൻട്രൻസ് കൊടുത്തത്. ആൻഡ് ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുത്തു. പിന്നെ ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഡൈനിങ് സ്പേസിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തത്. അത് നമ്മൾ ഈ ഒരു ഓഫ് സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു വാളിനോട് അലൈൻ ചെയ്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഓപ്പൺ കിച്ചൺ. നമുക്കതിന് ബാക്കിയുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ബാക്കിയുള്ള പ്രശ്നങ്ങൾ, അതായത് ഒരു ഓപ്പൺ കിച്ചൺ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു ചെറിയ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കിച്ചണ് നേരെ പുറകിലായിട്ട് ഈ വാളിനോട് അലൈൻ ചെയ്ത് തന്നെ 2 ബെഡ്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു വാർഡ്രോബ് വേണമെങ്കിലും ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാർഡ്രോബ് വേണമെങ്കിലും നമുക്ക് സെറ്റാക്കാം. നമുക്കിവിടെ ഒരു ചെറിയ ബെഡും ഇട്ട് കഴിഞ്ഞാൽ ആ ബെഡ്റൂം ഫങ്ഷണലായി. സോ അതുകൊണ്ട് അങ്ങനെ ഒരു 2 ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൈവസി ഇഷ്യൂസും വരാം എന്നൊരു കൺസേൺ ഇതിനകത്തുണ്ട്. സോ ഈ വാള് നോയ്സ് പ്രൂഫ് ആക്കുക എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ഫേർണിച്ചർ ഒക്കെ വെച്ച് നമുക്ക് ഇത് നോയ്സ് ഇൻസുലേറ്റ് ചെയ്യാവുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ഈ പ്ലാനിൽ കണ്ടത്.
ആൻഡ് ഓപ്പോസിറ്റ് ടു ദിസ് കിച്ചൺ നമ്മളിവിടെ ചെറിയ സീറ്റിംഗ് സ്പേസ് കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ വീടുകളിൽ കണ്ടുവരുന്ന തിണ്ണ അല്ലെങ്കിൽ വരാന്ത പോലെ എന്നാൽ റേസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന് ചേർന്ന് തന്നെ ഒരു ജാളി സ്പേസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഒരു ചെറിയ യൂട്ടിലിറ്റി ഇവിടെ കൊടുക്കുന്നുണ്ട്, വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷൻ. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇങ്ങോട്ട് എക്സിറ്റ് ഉണ്ട്. അതാണ് നമ്മൾ ചെയ്തൊരു സിമ്പിൾ പ്ലാൻ ഈ ഒരു പ്ലോട്ടിന് വേണ്ടിയിട്ട്. ഇനി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു കമൻറ്റാണ്, ഈ ഒരു വോള് ഇങ്ങനെ 90 ഡിഗ്രി ആക്കുവാണെങ്കിൽ ഇവിടെ പാർക്കിങ്ങിനുള്ള ഒരു സ്പേസും കിട്ടും എന്നുള്ളത്. എനിക്ക് ശരിയാണെന്ന് തോന്നി. പക്ഷെ നമ്മൾ ആ വീടിൻ്റെ ഒരു ഓവറോൾ ഷേപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അലൈൻമെൻ്റ് എടുത്ത് നോക്കുമ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരും. സ്പേസ് കുറയും, ഒരു കൺജഷനാണ് മൊത്തത്തിൽ. അത് കാണുമ്പോൾ തന്നെ ഒരു കോർണേഴ്സ് കാണുമ്പോഴാണെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫ്ലോ ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്, അത് ഇല്ലയെന്ന് നമുക്ക് തോന്നും. പിന്നെ പുറമേ നോക്കിയാലും ഒരു അഭംഗിയായിരിക്കും. അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. 850 സ്ക്വയർ ഫീറ്റാണ് ഫൈനൽ പ്ലാനിൻ്റെ ഏരിയ. ഈ പ്ലാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ ഇതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലോട്ട്സിൻ്റെ പ്ലാനിങ് ചാലഞ്ചസ് ആണ് നമ്മളിനി പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. അതോടൊപ്പം തന്നെ സ്പേസ് പ്ലാനിങ് കോൺസെപ്റ്റ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ഐഡിയാസും ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ അതും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.